നല്ലതായിരുന്നു. ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ ഒരു ഫ്രണ്ട്ലി ഇൻ്റർവ്യൂ ആണെന്ന് തോന്നി. CPC എക്സാം 2 വർഷം മുമ്പാണ് ഞാൻ എഴുതിയത്. പക്ഷെ ഇപ്പോഴും ഗാർഡിയൻ്റെ സൈഡിൽ നിന്ന് ആ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് ഞാൻ ഇപ്പോൾ സ്വന്തം നാട്ടിൽ തന്നെ വർക്കിൽ കയറിയിരിക്കുകയാണ്. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് 6 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് തുടങ്ങിയത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ കൂടെ ആയിരുന്നത്. അതുതന്നെ എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. മെഡിക്കൽ കോഡിങ് ചൂസ് ചെയ്തു, പഠിച്ചു. 3 മാസത്തെ കോഴ്സ് കഴിഞ്ഞ് CPC എക്സാം കഴിഞ്ഞ് ഇന്നിപ്പോൾ അത് കോറോ ഹെൽത്തിൽ എത്തി നിൽക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സ്റ്റുഡൻസ് അവരെ ഓരോരുത്തരായിട്ടൊന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് എൻ്റെ പേര് ഹർഷ്യ. ഞാൻ BHMS കംപ്ലീറ്റ് ചെയ്തതാണ്. മെഡിക്കൽ കോഡിങ് പഠിച്ചത് കാർഡിയ മഞ്ചേരിയിൽ വെച്ചിട്ടായിരുന്നു. എൻ്റെ പേര് സഹ്ല റാസിക്ക. ഞാൻ BSc ബയോടെക്നോളജി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്തതാണ്. മെഡിക്കൽ കോഡിങ് ആൻഡ് ബില്ലിംഗ് കാർഡിയ മഞ്ചേരിയിൽ നിന്നാണ് പഠിച്ചത്. എൻ്റെ പേര് റുബീന. ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് പഠിച്ചത്. മെഡിക്കൽ കോഡിങ് കഴിഞ്ഞത് കാർഡിയയിൽ നിന്നാണ്. ഹായ്, എൻ്റെ പേര് ഷമീമ. ലൈഫ് സയൻസ് ആണ്. BSc മൈക്രോബയോളജിയാണ് പഠിച്ചത്. കാർഡിയ മഞ്ചേരിയിലായിരുന്നു മെഡിക്കൽ കോഡിങ് പഠിച്ചത്. എൻ്റെ പേര് ഹസ്ന. ഞാൻ MCOM ആണ് പഠിച്ചത്. മഞ്ചേരി കാർഡിയയിലാണ് പഠിച്ചത്. എൻ്റെ പേര് ഫാരിസ. ഞാൻ BSc ബയോകെമിസ്ട്രി കഴിഞ്ഞ് MA കോളേജിൽ വെച്ച് ഇപ്പോൾ മഞ്ചേരി കാർഡിയെന്ന് മെഡിക്കൽ കോഡിങ് കഴിഞ്ഞ് ഇറങ്ങി. നിങ്ങൾ എങ്ങനെയായിരുന്നു മെഡിക്കൽ കോഡിംഗ് ഫീൽഡിലേക്ക് വന്നത്? എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു സ്റ്റോറി ഒന്ന് പറയാം. ഞാൻ എൻ്റെ ഫ്രണ്ട് വഴിയാണ് മെഡിക്കൽ കോഡിങ് 3 മാസത്തെ കോഴ്സാണ്. അപ്പോൾ പെട്ടെന്ന് ജോലി ആവും എന്നൊക്കെ പറഞ്ഞു കേട്ട് അങ്ങനെ കയറിയതാണ് കാർഡിയയിൽ. പിന്നെ പഠിച്ചു വന്നപ്പോൾ നല്ല സിമ്പിളായി തോന്നി. ഒന്നര ബാക്ക്ഗ്രൗണ്ട് ലൈഫ് സയൻസ് ആണ്. അപ്പോൾ കുറച്ചുകൂടി സിമ്പിളായി തോന്നി. അപ്പോൾ പറ്റും തോന്നിയതുകൊണ്ട് മെഡിക്കൽ കോഡിങ് ചൂസ് ചെയ്തു, പഠിച്ചു. 3 മാസത്തെ കോഴ്സ് കഴിഞ്ഞ് CPC എക്സാം കഴിഞ്ഞ് ഇന്നിപ്പോൾ അത് കോറോ ഹെൽത്തിൽ എത്തി നിൽക്കുന്നു. ശാല, നിങ്ങളെ എക്സാമിൻ്റെ പ്രിപ്പറേഷന് അതിൻ്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളെ പറ്റി എന്തൊക്കെയാണ്? ഞാൻ ഓൺലൈൻ ബാച്ചായിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് 6 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് തുടങ്ങിയത്. അപ്പം BSc ബയോടെക്നോളജി ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ടെർമിനോളജി അനാട്ടമി സെക്ഷനിൽ പ്രശ്നമില്ലെങ്കിലും ക്വസ്റ്റ്യൻ സോൾവിങ്ങിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഓൺലൈൻ ആയതുകൊണ്ട്. പക്ഷേ എനിക്ക് എടുത്തത് കണ്ണൂരുള്ള ഫെബീന മാം ആയിരുന്നു. നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. പിന്നെ 10 മോക്സ് എനിക്ക് PDF അയച്ചു തന്നു. അത് കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഏകദേശം ഒരു ട്രാക്കായി. പിന്നെ ടൈം മാനേജ്മെൻ്റ് ആയിരുന്നു കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നത്. അതിൽ ഞാൻ കാർഡിയൻ്റെ ആപ്പാണ് എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത്. അതിൽ 12 മോക്സ് ഉണ്ട്. അതിൽ 10 മോക്ക് ആയപ്പോൾ തന്നെ എനിക്ക് ഏകദേശം 3 hours കൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള കംപ്ലീറ്റ് മോക്ക് പ്രാക്ടീസ് ഒക്കെ കംപ്ലീറ്റ് ഓൺലൈൻ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതന്നെ ഒരു എന്താ പറയുക നല്ലൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് ആപ്പാണ് എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് ടൈം മാനേജ്മെൻറ്റ്. പിന്നെ ആപ്പ് ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് എക്സാം എഴുതാൻ ഒരു നല്ല ഫെമിലിയാരിറ്റി കിട്ടി. ആ ഒരു സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻസും ആയിരുന്നു വന്നത്. കേസ് സ്റ്റഡിയും ഒക്കെ വന്ന പാറ്റേണും ഒക്കെ സിമിലർ ആയിരുന്നു. അപ്പോൾ ആപ്പ് എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ അതിന് ശേഷം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഇപ്പോൾ ഞാൻ എക്സാം ജൂലൈ 31 എക്സാം കഴിഞ്ഞിട്ട് പ്ലേസ്മെന്റ് ഗ്രൂപ്പിൽ ആഡായി. 7 days ഫസ്റ്റ് വന്ന മെസ്സേജ് കോറോ ഹെൽത്തിൻ്റെ മെസ്സേജ് ആയിരുന്നു. നമ്മുടെ നാടാണ്, അപ്പം കുറച്ചുകൂടെ എളുപ്പമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് അറ്റൻഡ് ചെയ്തു. എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ കൂടെ ആയിരുന്നു അത്. അതന്നെ എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ കുറേ സ്പെഷ്യാലിറ്റികളുണ്ട്. അതായത് ഫസ്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു. എക്സാം കഴിഞ്ഞ് ഒരു 1 week ഗ്യാപ്പിൽ തന്നെ ആൾക്ക് എന്തായി ഫസ്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റി. പിന്നെ അതിനേക്കാൾ ഉപരി നമുക്ക് ഇവരെ എല്ലാവരും ഫേസിൽ തന്നെ കാണാൻ പറ്റും. എല്ലാവരും ഒരു സ്വപ്നമാണ് എന്ത്, നാട്ടിൽ തൊട്ടടുത്ത് ജോബ് ചെയ്യുക എന്നുള്ളത്. മെഡിക്കൽ കോഡിംഗ് കമ്പനികൾ കൂടുതലായി കേരളത്തിലേക്ക് വരുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇന്ന് കോറോ ഹെൽത്ത് കോഴിക്കോട് ജോയിനിങ് ഡേ ആണ്. അതിലാണ് നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവർക്കും നല്ലോണം പെർഫോം ചെയ്ത് നല്ല പ്രൊമോഷനൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നല്ല പ്രൊഫൈലിലേക്ക് ഇനിയും എത്താൻ പറ്റണം. ഷമീമ, കുറച്ച് മുന്നേ ആണ് ആൾ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ പറഞ്ഞ പോലെ എന്തായി, ആൾക്കിപ്പോൾ നാട്ടിൽ തന്നെ ജോബ് ചെയ്യണം എന്നുള്ള ഒരു സ്വപ്നം കൂടെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ കോഴിക്കോട് കോറോ ഹെൽത്തിൽ എത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് ആ ഒരു എക്സ്പീരിയൻസുകൾ? ഫസ്റ്റായിട്ട് നാട്ടിൽ കാലിക്കറ്റ് അടുത്തുനിന്ന് തന്നെ പോകാന്നുള്ളൊരു ഓപ്ഷനിലാണ് ഞാൻ കോറോ ഹെൽത്തിൽ എത്തി നിൽക്കുന്നത്. കാർഡിയ ത്രൂ ആണ് എനിക്ക് കോറോ ഹെൽത്തിൻ്റെ ഇൻ്റർവ്യൂ കിട്ടിയത്. അപ്പോൾ ലൈഫ് സയൻസ് ആണ്. ആ ഒരു എന്താ പറയുക ഈസി തോന്നി. ദെൻ CPC എക്സാം 2 വർഷം മുമ്പാണ് ഞാൻ എഴുതിയത്. പക്ഷെ ഇപ്പോഴും കാർഡിയൻ്റെ സൈഡിൽ നിന്ന് ആ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് ഞാൻ ഇപ്പോൾ സ്വന്തം നാട്ടിൽ തന്നെ വർക്കിൽ കയറിയിരിക്കുകയാണ്. അറ്റ്മോസ്ഫിയർ ഒക്കെ നല്ലതാണ്. ജോബ് നല്ല രീതിയിൽ മുമ്പോട്ട് പോട്ടെ. കൂടെ പഠിച്ച കുറേ ആൾക്കാരുണ്ട് കാർഡിയയിൽ പഠിച്ച. അർഷിയ, ഇന്നത്തെ നമ്മുടെ ജോയിനിങ് ഫോർമാലിറ്റീസ് നിങ്ങൾ രാവിലെ വന്നത് തൊട്ട് എന്തൊക്കെയായിരുന്നു കമ്പനിയിൽ ഫ്ലോറിൽ നടന്നിട്ടുണ്ടായിരുന്നത്? രാവിലെ വന്നു, ഞങ്ങൾ ആദ്യം എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടു. അത് എല്ലാവരും എവിടെയാണ് എന്താണെന്നൊക്കെ ഒന്ന് അറിഞ്ഞു. പിന്നെ അവർ കുറച്ച് ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി. ജസ്റ്റ് അതിൻ്റെ ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ആയിട്ടില്ല, ഇനിയും ഉണ്ട്, ബാക്കിയുണ്ട്. ഒരു ബ്രേക്കിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഓക്കെ, നമ്മളെ ഇന്റർവ്യൂ എക്സ്പീരിയൻസ് എന്തൊക്കെയായിരുന്നു? ഇന്റർവ്യൂ എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ ഒരു ഫ്രണ്ട്ലി ഇൻ്റർവ്യൂ ആണെന്ന് തോന്നി. ഇതിൻ്റെ മുമ്പ് അറ്റൻഡ് ചെയ്തതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. ഓക്കെ.